പത്തനംതിട്ട ഗവി മീനാറിൽ 32 വയസ്സുള്ള യുവതിയെ കൊലപ്പെടുത്തി ബലാത്സംഗം ചെയ്താണ് യുവതിയെ കൊലപ്പെടുത്തിയതാണ് സംശയം. പ്രതി ചിറ്റാർ സ്വദേശി വിനോദ് കുമാറിനെ വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ വെച്ച് വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടി. കാൽനടയായി അംഗൻവാടിയിലേക്ക് പോയ യുവതിയെ പ്രതി വിനോദ് കുമാർ കടന്നുപിടിച്ച് കീഴ്പ്പെടുത്തി. യുവതി ഫോണിൽ ബന്ധുവിനോട് സംസാരിച്ചുകൊണ്ട് പോകുന്നതിനിടെയായിരുന്നു വിനോദിന്റെ ആക്രമണം. തലയടിച്ച് നിലത്ത് വീണ യുവതി ബോധരഹിതയായി. പിന്നീട് വിനോദ് കുമാർ യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കി കൊലപ്പെടുത്തി എന്നതാണ് പ്രാഥമിക നിഗമനം. അർദ്ധനഗ്നയായ നിലയിൽ ഗവി മീനാറിൽ വനത്തിനുള്ളിലായിരുന്നു യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. റോഡിൽ നിന്നും മാറി വനത്തിനുള്ളിൽ വെള്ളത്തിലായിരുന്നു മൃതദേഹം കണ്ടത്. യുവതിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ വന്നതോടെ ബന്ധുക്കൾ നാട്ടുകാർ നടത്തിയ തിരച്ചിലായിരുന്നു മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. വന്യമൃഗ ആക്രമണം ആണെന്നാണ് ആദ്യം സംശയം ഉണ്ടായത്. പിന്നീട് പിടിവലിയുടെ ലക്ഷണങ്ങൾ കണ്ടതോടെ നാട്ടുകാർ പ്രദേശത്ത് വ്യാപകമായി തിരച്ചിൽ നടത്തി. ഇതിനിടയിൽ ഒരാൾ മീനാറിൽ സമീപത്തു നിന്നും KSRTC ബസ്സിൽ വണ്ടിപ്പെരിയാറിലേക്ക് പോയതായി വിവരം ലഭിച്ചു. ഉടൻ തന്നെ വനംവകുപ്പിനെയും പോലീസിനെയും വിവരം അറിയിച്ചു. വണ്ടിപ്പെരിയാറിന് സമീപം വള്ളക്കടലിൽ വെച്ചാണ് KSRTC ബസ്സിലിരുന്ന വിനോദ് കുമാറിനെ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. നമ്മളിപ്പോ ഇവിടെ ഒരു വിനോദ് ഒരാളെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഈ കേസിനായിട്ട് ബന്ധപ്പെട്ട്. അയാൾ 42 years ഏജ് ആണ്. അയാൾ പെരുന്നാട് സ്റ്റേഷൻ ലിമിറ്റിലുള്ള ആളാണ്. അപ്പോൾ അയാൾ നമ്മൾ ചോദ്യം ചെയ്ത് അയാൾ കുറ്റഞ്ചെരിയായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഒരാൾ മാത്രമേ ഉള്ളൂ. നമ്മൾ സോഫാർ പ്രതിയുടെ ചോദിച്ചപ്പോൾ ഇദ്ദേഹമാണ് കുറ്റഞ്ചെരിയായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾ അന്വേഷണ അവസ്ഥയിലാണ്. ബാക്കി എന്താ കാരണമായിട്ട് പറയാം, എന്താണ് കൊലപാതകത്തിലേക്ക് എത്തിച്ച കാരണം? അതെല്ലാം നമ്മൾ ഇന്ററാഗേറ്റ് ചെയ്യുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഇനി ചോദിച്ച് നമ്മൾ അതിൻ്റെ കാരണങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് നമ്മൾ സമയബന്ധിതമായിട്ട് അന്വേഷിച്ച് ചാർജ് കൊടുക്കും. ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടോ? അതെല്ലാം നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ അവിടെ ഇൻക്വസ്റ്റ് പ്രൊസീജിയറൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ബട്ട് പോസ്റ്റ്മോർട്ടം ഇതൊക്കെ നമുക്ക് ആയ ശേഷം നമുക്ക് അതിന് വ്യക്തമാകും. ഇവർ തമ്മിൽ പരിചയം ഉണ്ടായിരുന്ന ആളുകളാണോ? അതെല്ലാം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കുറ്റകൃത്യം നടത്തിയതിനു ശേഷം ബസ്സിൽ കയറി ഉടൻ തന്നെ പോരുമായിരുന്നു, അങ്ങനെയാണ്? അതെല്ലാം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. സീക്വൻസ് ഓഫ് ട്രാൻസാക്ഷൻസ് എല്ലാം പ്രതി മുൻപ് എന്ത് ചെയ്ത്, കുറ്റകൃത്യത്തിന് മുൻപ് എന്തായിരുന്നു, അതിനുശേഷം എന്തായിരുന്നു, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ പ്രതി ബസ് കയറി ഇവിടെ വന്നതാണ്. പിന്നെ ഇവിടെ ഇടുക്കി ഡിസ്ട്രിക്ട് പോലീസായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ നിന്ന് സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് സഹായിച്ച് പ്രതിയെ നമ്മൾ അവിടെ ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടിക്കാൻ സാധിച്ചു. പത്തനംതിട്ട പോലീസിന്റെയും വണ്ടിപ്പെരിയാർ പോലീസിന്റെയും നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. യുവതിയുമായി നേരത്തെ അടുപ്പമുണ്ടായിരുന്നുവെന്ന് വിനോദ് കുമാർ പോലീസിനോട് പറഞ്ഞു. ഇത് പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിനോദ് കുമാർ വനവിഭവങ്ങളുമായി കഴിഞ്ഞ ദിവസം ഗവിയിലെ സ്ഥാപനത്തിൽ എത്തിയിരുന്നു. നേരത്തെ ഒരു കുട്ടിയെ കല്ലുകൊണ്ട് അടിച്ചു കൊന്ന കേസിൽ വിനോദ് കുമാർ ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട്. പ്രതിയെ പത്തനംതിട്ടയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.